മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ചിലർ വാക്കുകളിലൂടെയും ചിലർ പ്രവർത്തികളിലൂടെയും മറ്റുള്ളവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. അവർ അറിയാതെ പോകുന്ന ഒന്നുണ്ട്. കർമ്മഫലം എന്നത് അനുഭവിച്ചേ മതിയാകൂ. മറ്റുള്ളവരോട് ദയ കാണിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും അവരവരുടെ ജീവിതവുമായി മല്ലിടുകയാണ്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നിങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. നിങ്ങൾ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഭക്തരെ, സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും അധികം ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടാതിരിക്കുക. മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക. ഭക്തരെ, നിങ്ങളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക. നിങ്ങൾ മറന്നാലും കാലം അത് ഭംഗിയായി നിറവേറ്റുന്നതായിരിക്കും. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കുക. സത്യം എന്തെന്ന് അറിയാതെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്നവർക്ക് ഹൃദയം പൊട്ടുന്ന വേദനയാണെന്ന് കൂടി മനസ്സിലാക്കുക. യഥാർത്ഥ സ്നേഹം ആരും കണ്ടെത്തുന്നതല്ല, നിങ്ങൾ നൽകുമ്പോൾ 10 മടങ്ങായി തിരിച്ചു ലഭിക്കുന്നതാണ്. ഭക്തരെ, നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകും തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തും മോശമാകുന്നതും നന്നാകുന്നതും. ബന്ധങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുക. ഭക്തരെ, കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കുവാനും പെരുമാറുവാനും കഴിയുക എന്നുള്ളതാണ്. ഭക്തരെ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടവരും തോറ്റുപോയവരും ഹൃദയം പൊട്ടി വേദനിച്ചവരുമെല്ലാം കളങ്കമില്ലാത്ത സ്നേഹം കൊടുത്ത് ആത്മാർത്ഥമായി പെരുമാറിയ മനുഷ്യരാണ്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഭക്തരെ, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ കാണിക്കുന്ന ക്ഷമ, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾക്ക് തോന്നുന്ന കാരുണ്യം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മൗനം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, ഇവയെല്ലാം അധർമ്മത്തിൽ ചെന്ന് കലാശിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ഭക്തരെ, ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കുക, ചിലതൊക്കെ മറക്കുക. എന്നാൽ ചിലത് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്നവർ മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ്. ഭക്തരെ, നിങ്ങൾ നശിച്ചു ജീവിച്ചു കാണുമ്പോഴല്ല, നന്നായി ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല, പരിഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല, തോൽവി നേരിടാത്ത ആരും തന്നെയില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. പ്രശ്നങ്ങളും പരിഭവങ്ങളും തോൽവികളും വരുമ്പോൾ മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അത് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക.
മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.